എല്ലാവർക്കും നമസ്കാരം. പൃഥ്വി വ്ളോഗ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വളരെ പെട്ടെന്ന് അതേസമയം നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് ചോറിനും ചപ്പാത്തിക്കും ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു മസാലക്കറിയാണ് ഉണ്ടാക്കുന്നത്. ഇത് നോൺ വെജ് ഐറ്റം അല്ല, പ്യുവർലി വെജിറ്റേറിയൻ ആണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. ആ മസാലയുടെയൊക്കെ മണം അടിക്കുമ്പോൾ തന്നെ നമുക്ക് കഴിക്കാൻ തോന്നും. അതേപോലത്തെ ഒരു ഡിഷാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പം എന്തുകൊണ്ടാണെന്നൊന്നും ഞാനിപ്പോൾ പറയുന്നില്ല. നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോയി നോക്കാൻ വരൂ. ചേന ഒരു കഷ്ണം, അതായത് ഒരു 150 ഗ്രാമൊക്കെ കാണുമായിരിക്കും. അതിൻ്റെ തൊലിയൊക്കെ ചെത്തിക്കളഞ്ഞിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ എടുത്തിരിക്കുന്നത് ഉള്ളിയാണ്, ചെറിയ ഉള്ളി. ചെറിയ ഉള്ളിയാണെങ്കിൽ ഇത് കുറച്ച് വലിപ്പമുള്ള ചെറിയ ഉള്ളിയാണ്. അതുകൊണ്ട് തന്നെ തീരെ ചെറുതാണെങ്കിൽ നമുക്ക് അങ്ങനെ തന്നെ ഇട്ടാൽ മതി. ഇത് കുറച്ച് വലിപ്പമുള്ളതൊക്കെ ഞാനൊന്ന് കട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ ചേന കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. സ്ക്വയർ പീസസ് ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. പിന്നെ പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ എടുത്തിട്ടുണ്ട്. ചേന ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്ത് നമുക്ക് പെട്ടെന്ന് ടൈം സേവ് ചെയ്യാനും പറ്റും. അപ്പോൾ കുക്കറിലിട്ട് വേവിക്കാമെന്ന് വെച്ചു. നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന മസാലകൾ ഇട്ട് കൊടുക്കാം. ഇതിനകത്ത് ഏലക്കായ, ഒരു കഷ്ണം പട്ട, 2 ഗ്രാമ്പു, ഇത്തിരി പെരിഞ്ചീരകം, അതുപോലെ തക്കോലം, അതൊരു അല്പമേ ഉള്ളൂ. ഇനി നമുക്കിതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇത്ര ഇട്ട് കൊടുക്കാം. പച്ചമണം പോകുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കണം. അതിനുശേഷം നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള, ഒരു വലിയ സവാളയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അത് ചെറുതായിട്ട് ചോപ്പ് ചെയ്തിട്ടുണ്ട്. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. ഒന്ന് വാടി വന്നിട്ടുണ്ട് സവാള. അപ്പോൾ ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കണം. നല്ല പോലെ വഴണ്ടു വരണം. അല്പം കറിവേപ്പില കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ചെറുതായിട്ട് നിറം മാറി വരുന്നുണ്ട് സവാള. ഉള്ളിയും ചേനയും നല്ലതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മസാലപ്പൊടികൾ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. മുളക് പൊടി 1/2 ടീസ്പൂൺ ഇട്ടിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ ഇട്ടിട്ടുണ്ട്. കുരുമുളക് പൊടി 1/4 ടീസ്പൂൺ. മല്ലിപ്പൊടി ഒരു 1.5 ടീസ്പൂൺ ഞാൻ ചേർക്കുന്നുണ്ട്. ഇനി ചേർക്കുന്നത് ചിക്കൻ മസാലയാണ്. അതൊരു 1/2 ടീസ്പൂൺ. മസാലപ്പൊടികളുടെ പച്ചമണം ഒന്ന് പോകുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇനി ഇതിലേക്ക് തക്കാളി നമ്മൾ പേസ്റ്റാക്കി വെച്ചത് ചേർത്ത് കൊടുക്കും. നല്ലപോലെ ഇളക്കി കൊടുക്കണം. തക്കാളിയൊക്കെ ഒന്ന് അതിൻ്റെയൊക്കെ പച്ചമണമൊക്കെ ഒന്ന് പോയി കിട്ടണം. കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ഇവിടെ വേവിച്ച് വെച്ചിരിക്കുന്ന ചേന, ഉള്ളി, ആ മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. കുറച്ച് തക്കാളി കഷ്ണങ്ങൾ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അത് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിരുന്നതാണ്. അപ്പോൾ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കട്ട് ചെയ്ത് വെച്ചിരുന്ന മല്ലിയില ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. മല്ലിയിലയുടെ ടേസ്റ്റ് ഇഷ്ടമല്ലാത്തവർക്ക് ചേർക്കണമെന്നില്ല.
പിന്നെ ഇതിലേക്ക് വേറെ വെള്ളമൊന്നും ആഡ് ചെയ്യുന്നില്ല. അതായത് ചേനയും ഉള്ളിയും വെന്ത ആ വെള്ളം മാത്രമേ ഇതിൽ ചേർത്തിട്ടുള്ളൂ. കാരണം അത് ആ കുക്കറിൽ നിന്ന് അങ്ങനെ തന്നെ ഡയറക്റ്റായിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. വേറെ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഇനി ഇതിലേക്കൊന്ന് താളിച്ചിട്ട് കൊടുത്താൽ മതി. ഒരു ചെറിയൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് അതിൽ വെളിച്ചെണ്ണ ചൂടായപ്പോൾ കടുക് ഇട്ട് കൊടുത്തു. കടുക് പൊട്ടി വരുമ്പോൾ നമ്മൾ 2 വറ്റൽമുളകാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ കുറച്ച് കറിവേപ്പിലയും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് നമ്മളുടെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിൽ അധികം ഗ്രേവി ഉണ്ടാവില്ല. ഇത് കഷ്ണത്തിലൊക്കെ പെരണ്ടിരിക്കുന്ന ഒരു കറിയാണ്. നല്ല പെരളൻ പോലെ അങ്ങനത്തെ ഒരു കറിയാണ്. ഇനി ഗ്രേവി കൂടുതൽ വേണം എന്നുള്ളവർക്ക് കുറച്ചും കൂടെ വെള്ളം ചേർത്ത് കൊടുക്കാം. അതായത് അങ്ങനെ ചേർത്ത് കൊടുക്കുമ്പോൾ കുറച്ച് തിളപ്പിച്ച വെള്ളം ചേർത്ത് കൊടുക്കണതാണ് നല്ലത്. നല്ലൊരു മസാലയുടെയൊക്കെ മണം വരുന്നുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റായിരിക്കും. അപ്പോൾ നമ്മൾ ഇത് ചപ്പാത്തിക്കോ പൂരിക്കോ പൊറോട്ടയ്ക്കോ ഒക്കെ കൂട്ടി കഴിക്കാൻ പറ്റുന്നതാണ്. ഒപ്പം തന്നെ ചോറിനും പറ്റും. ഒരു ചെറിയ പുളിപ്പൊക്കെ ഉണ്ട്. അതായത് തക്കാളിയുടെ ആ പുളിരസം ഉണ്ടാവും. നല്ലൊരു കറിയാണ്. ചേനയും ഉള്ളിയും നല്ലതുപോലെ വെന്തിട്ടുണ്ട്. എന്ന് വെച്ച് വെന്ത് കുഴഞ്ഞൊന്നും പോയിട്ടില്ല. ഞാനുണ്ടാക്കിയ മസാലക്കറി കണ്ടല്ലോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളിതുപോലെ തന്നെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ തന്നേക്കൂ. ഫ്രണ്ട്സിലേക്കൊക്കെ ഒന്ന് എത്തിക്കൂ. അടുത്തൊരു വീഡിയോയിൽ നമുക്കുടനെ തന്നെ കാണാം. താങ്ക് യു.